ജലജ്ഞാനമാലം ചലദ്ഭോഗിമാലം ഗളാംബോധകാലം സദാദാനശീലം സുരാരാദികാലം മഹേശാത്മബാലം ലസത്പുണ്ഡ്രഭാലം ഭജേ ലോകമൂലം. നമുക്ക് മനനം ചെയ്യേണ്ടത് സുരാരാദികാലം, സുരന്മാരുടെ ആരാധികൾക്ക് കാലനായുള്ളവൻ. ആരാണ് സുരന്മാർ? ദേവന്മാരാണ്. ദേവന്മാരുടെ ശത്രുക്കളായ അസുരന്മാർക്ക് കാലനായിട്ടുള്ളവൻ ആര്? വിനായകൻ. ദേവസേനാപതിയും കൂടിയാണ്. സുബ്രഹ്മണ്യനും ദേവസേനാപതിയാണ്, ഗണങ്ങളുടെ പതിയാണ്. അസുരന്മാരെ കാലയവനികയ്ക്കുള്ളിൽ പറഞ്ഞയക്കാൻ കഴിവുള്ള ദേവതയാണ്. സുരന്മാരുടെ ആരാധികൾക്ക് കാലനായിട്ടുള്ളവൻ. ദേവാസുര യുദ്ധങ്ങളൊക്കെ നമുക്കറിയാം, പുരാണ കഥകൾ വായിച്ച് നമുക്കറിയാവുന്നതാണ്. തത്വപരമായിട്ട് ഇതിനെ എങ്ങനെ മനസ്സിലാക്കണം എന്നും കൂടിയാണ്. അവരുടെ കാലനായിട്ടാണ് ഗുരു വിനായകനെ ഇവിടെ വർണ്ണിക്കുന്നത്. ആസുരീയത, ആസുരീയത ഇരുളാണ് അല്ലേ? ദൈവം, ദൈവികത, ദേവത എന്നൊക്കെ പറയുമ്പോൾ അത് തൈജസമാണ്, പ്രകാശമാണ്. ആസുരീയത ഇരുളാണ്. ആ ഇരുള് നമ്മളിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? അവിദ്യയായിട്ടാണ്. അപ്പോൾ വിനായകൻ എന്ന നാമം നാം ഉപയോഗിക്കുമ്പോൾ വിനയിപ്പിക്കുന്നവൻ എന്നാണ്. വിനയിപ്പിക്കുന്നവൻ വിനായകൻ. അവിദ്യയെ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള പ്രബോധനങ്ങൾ നൽകി അറിവിൻ്റെ പരമമായ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതായ ഒരു മൂല്യം, അതാണ് വിനായകൻ. അങ്ങനെയുള്ള വിനായകനെയാണ് നാം ഇവിടെ സ്തുതിക്കുന്നത്, പൂജിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം? നമ്മുടെ ഉള്ളിലുള്ളതായ ഇരുള് ഇല്ലാതായി തീരണം. നമ്മുടെ ഉള്ളിലുള്ളതായ അന്ധകാരം ഇല്ലാതായി തീരണം, പ്രകാശമാനമായി തീരണം. അഹം ഇരുളല്ല എന്ന് ഗുരു നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലേ. അഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശുദ്ധബോധമാണ്. ആ ബോധം ഇരുളല്ല, പക്ഷെ ഇപ്പോൾ ഇരുളായിട്ടിരിക്കുന്നു. എന്തുകൊണ്ട്? അവിദ്യ മുഖാന്തിരം. അപ്പോൾ ആ അവിദ്യയെ നമുക്ക് ഒഴിവാക്കണ്ടേ? ഒഴിവാക്കണം. സത്യത്തിൽ ഈ ലോകത്ത് എന്തെല്ലാം ഭവിച്ചിട്ടുണ്ടോ അതിനെ എല്ലാം ഇല്ലാതാക്കുന്നത് കാലനാണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. എല്ലാത്തിനെയും ഇല്ലാതാക്കുന്നത് ആരാണ്? കാലമാണ്. കാലത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു. വിനായകാഷ്ടകത്തിൽ കാലത്തെക്കുറിച്ച് ചിന്തിക്കുന്ന അനവധി സന്ദർഭങ്ങളുമുണ്ട്. അപ്പോൾ കാലം എല്ലാത്തിനെയും ഒഴിവാക്കുന്നവനാണെങ്കിൽ പോലും ഈ അവിദ്യാതമസിനെ ഇല്ലാതാക്കാൻ കാലന് കഴിയില്ല. അവിദ്യാതമസിനെ ഇല്ലാതാക്കണമെങ്കിൽ എന്ത് വേണം? അറിവിൻ്റെ പ്രകാശം വേണം. അറിവിൻ്റെ പ്രകാശത്തിന് അവിദ്യാതമസിനെ ഇല്ലാതാക്കാൻ കഴിയുള്ളൂ. അതായത് ജ്ഞാനാഗ്നിയുടെ പ്രകാശമുണ്ടെങ്കിൽ അവിദ്യയെ നമുക്ക് ഒഴിവാക്കാൻ കഴിയും. ചുരുക്കി പറഞ്ഞാൽ അവിദ്യയുടെ കാലൻ ആരാണ്? ജ്ഞാനാഗ്നിയാണ്. ആ ജ്ഞാനാഗ്നിയുടെ ഒരു പ്രതീകം എന്നുള്ള നിലയിലാണ് ഇന്ന് നമ്മൾ പ്രത്യക്ഷത്തിൽ കാണാവുന്ന അഗ്നിയെ ഉപാസിച്ചത്. പ്രത്യക്ഷത്തിൽ കാണാവുന്ന അഗ്നിയെ ഉപാസിച്ചുകൊണ്ട് അദൃഷ്ടമായിരിക്കുന്നതായ ബ്രഹ്മതേജസ്സിനെ, പരമമായ അറിവിനെ ഉപാസിക്കുന്നത് എങ്ങനെ എന്ന് മനസ്സിലാക്കുന്ന തരത്തിലുള്ളതാണത്. അപ്പോൾ ഇവിടെ ജ്ഞാനാഗ്നി ജ്വലിപ്പിക്കണം.
ഹോമകുണ്ഡത്തിൽ എങ്ങനെയാണോ അഗ്നി ജ്വലിപ്പിച്ചത്, അതുപോലെ നമ്മുടെ ഉള്ളിലുള്ളതായ ജ്ഞാനാഗ്നിയെ പ്രജ്വലിപ്പിക്കണം. നമ്മുടെ ഉള്ളിലുള്ളതായ ജ്ഞാനാഗ്നിയെ പ്രോജ്വലിപ്പിക്കണമെങ്കിൽ ഒരു വലിയ ജ്ഞാനാഗ്നിയുമായിട്ട് നമുക്ക് പാരസ്പര്യം വേണം. ആ വലിയ ജ്ഞാനാഗ്നി ആരുടേതാണ്? അത് ഗുരുവിൻ്റേതാണ്. നാരായണ ഗുരു ഒരു അഗ്നി തേജസ്സാണ്, അറിവിൻ്റെ പൊരുളാണ്. അങ്ങനെയുള്ള ഗുരുവിനെ ഉപാസിച്ചുകൊണ്ട്, ഗുരു പറഞ്ഞു വച്ചിട്ടുള്ളതായ വാക്കുകളെ ഉപാസിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ തപോന്മുഖമാക്കുമ്പോൾ തൻ്റെ ഉള്ളിലുള്ളതായ ജ്ഞാനത്തിൻ്റെ അഗ്നി ജ്വലിക്കും. അപ്പോഴാണ് ഈ ജീവിതം സമ്പൂർണ്ണമായി തീരുകയുള്ളൂ. ജനിച്ചു നമ്മൾ ജന്മജന്മാന്തരങ്ങളിലൂടെയുള്ളതായ വാസനകളെ കൊണ്ടാണ് ജനിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ ശരീരമായിട്ട് ആവിർഭൂതമായതിനു ശേഷവും വരുത്തി വച്ചിട്ടുള്ളതായ വിനകൾ കുറച്ചൊന്നുമായിരിക്കില്ല. ഇതെല്ലാം കഴുകിക്കളയണ്ടേ? അതിനെന്താ മാർഗം? എല്ലാം അഗ്നിയിൽ സ്ഫുടം ചെയ്യണം. അഗ്നിയിൽ സ്ഫുടം ചെയ്തില്ല എങ്കിൽ പഴയതുപോലെ തന്നെ ഇരിക്കും, ക്ലാവ് പിടിച്ചിരിക്കും. അപ്പം തൻ്റെ ഉള്ളിലുള്ളതായ ക്ലാവ് പോകണ്ടേ? എന്തെല്ലാം വേദനകളാണ് നമുക്കുള്ളത്, എന്തെല്ലാം സങ്കടങ്ങളാണ്, ഇതെല്ലാം ആകുലതകളാണ്. ആലോചിച്ച് ചിന്തിച്ച് ഇതിനെ ഇല്ലാതാക്കാൻ കഴിയുമോ? കഴിയില്ല. മറിച്ച് നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത്? പരമമായ ഒരു മൂല്യത്തിനോടുള്ള വേഴ്ച നമുക്കുണ്ടാവണം. പരമമായ മൂല്യത്തിനോടുള്ള വേഴ്ച ഉണ്ടാകുമ്പോൾ നാം അറിയാതെ അത്ഭുതകരമായ മാറ്റം നമ്മുടെ ഉള്ളിൽ, നമ്മുടെ അകതാരിൽ സംഭവിക്കാതിരിക്കില്ല, സംശയമൊന്നും വേണ്ട. അത് നമ്മുടെ കഴിവുകൊണ്ടല്ല, ആ വലിയ മൂല്യത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ്. നമ്മളിപ്പോൾ ചൊല്ലിയില്ലേ, ധ്യാനമൂലം ഗുരുമൂർത്തി. ഗുരു എന്ന മൂർത്തിയെ ധ്യാനിക്കുക. ധ്യാനമൂലം ഗുരുമൂർത്തി പൂജാമൂലം ഗുരോപദം. ഗുരുവിൻ്റെ പദങ്ങളെ, പൂജാകുസുമങ്ങളെ സ്വീകരിക്കുക. രണ്ടർത്ഥമുണ്ട്. ഗുരുവിൻ്റെ പാദങ്ങളെ നമസ്കരിക്കാം, ഗുരുവിൻ്റെ പദങ്ങളെയും നമസ്കരിക്കാം. എല്ലാ പദങ്ങളും ആവിർഭൂതമായിരിക്കുന്നത് ഒറ്റ പദത്തിൽ നിന്നാണ്, അത് ഓംകാരമാണ്. പ്രണവോപാസനയാണ്. ഗുരുവിൻ്റെ പദങ്ങളെ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഗുരുവിൻ്റെ പദം എന്ന് പറയുമ്പോൾ അത് പ്രണവമായിട്ട് കാണണം. മന്ത്രമൂലം ഗുരോർവാക്യം. ഗുരുവിൻ്റെ വാക്കുകളൊക്കെ മന്ത്രങ്ങളാണ്. മോക്ഷമൂലം ഗുരു കൃപ. ഈ നമ്മുടെ കഴിവുകൊണ്ടങ്ങ് മോക്ഷം ഉണ്ടാക്കാം എന്ന് വിചാരിച്ചാൽ അതൊന്നും നടക്കില്ല. ഗുരുവിൻ്റെ കൃപ വേണം. പുസ്തകം വായിച്ച് പഠിച്ച് വിമർശിക്കാൻ നിന്ന് കഴിഞ്ഞാൽ എങ്ങും എത്തൂല. പുസ്തകം വായിച്ച് പഠിച്ചിട്ട് പ്രഭാഷണം നടത്താമെന്ന് വിചാരിച്ചാലും നടക്കില്ല. അത് പ്രഭാഷകൻ മാത്രമാണ്. ഈ അറിവ് ഉള്ളിൽ കത്തണ്ടേ? ഇതൊരു ഇൻ്റലക്ച്വൽ അണ്ടർസ്റ്റാൻഡിങ് അല്ല. ഇത് പരമമായ അറിവിലേക്ക് തന്നെ ആഹുതി ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അത്തരത്തിലുള്ളതായ ഒരു സമീപന രീതി ഇതിനോട് നമുക്കുണ്ടായിരിക്കണം. ഗുരു എന്ന് പറയുന്ന പരമമായ മൂല്യം കാലിനെ പോലും ഇല്ലാതാക്കാൻ കഴിവുള്ളവനാണ്. കാലിനില്ലാത്ത കാലം. എന്നാൽ അത് മാത്രമാണോ? കാലന് അവിദ്യ കൊണ്ടുള്ളതായ താമസിക ഭാവത്തെ ഇല്ലാതാക്കാൻ കഴിയുന്നില്ല എങ്കിൽ
ഗുരുവിന് അതിനും കഴിയുന്നു. അതുകൊണ്ട് ഭഗവത്ഗീതയിൽ പറയും, കാലസർവഹരശ്ചാഹം, എല്ലാത്തിനെയും നശിപ്പിക്കുവാൻ കഴിവുള്ളവനാണ് ആര്? ഭഗവാൻ, ഗുരു. അങ്ങനെയുള്ളതായ ഈശ്വരീയ മൂല്യത്തെ അല്ലെങ്കിൽ ഭഗവത് പദത്തെയാണ് നാം ഉപാസിക്കേണ്ടത്. എന്തുകൊണ്ടെന്നാൽ നമ്മളെല്ലാവരും കാലത്തിന് വിധേയരാണ്, സങ്കടപ്പെടുന്നവരാണ്. കാലത്തിന് വിധേയനായിട്ടിരിക്കുന്നത് കൊണ്ടാണ് ജീവിതത്തിൽ ദുഃഖങ്ങളുണ്ടാകുന്നത്. കാലാതീതനായി വർത്തിച്ചാലോ, സകല സുഖങ്ങളും ദുഃഖങ്ങളും ഉണ്ടാകുന്ന കാലത്തിലാണെങ്കിൽ കാലാതീതമായിരിക്കുന്നതായ അവസ്ഥയിൽ യാതൊരു സുഖങ്ങളുമില്ല, ദുഃഖങ്ങളുമില്ല. അത് സച്ചിദാനന്ദ സ്വരൂപം എന്ന് പറയുന്നതായ മൂല്യത്തിൻ്റെ നടുനിലയാണ്. നടുനിലയിൽ നിൽക്കാൻ കഴിയും. നടുനിലയിൽ നിന്ന് കഴിഞ്ഞാൽ അവൻ സ്വതന്ത്രനാണ്. പരമമായ ആ നടുനില കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടായിരിക്കണം നമ്മുടെ യോഗബുദ്ധി വർദ്ധിക്കേണ്ടത്. അതിന് സാധന വേണം. ബുദ്ധി യോഗബുദ്ധിയായി തീരണമെങ്കിൽ സാധന വേണം, ധ്യാനം വേണം. എവിടെയാണോ മനസ്സ് നിശ്ചേഷ്ടമായി തീരുന്നത് അപ്പോഴാണ് ധ്യാനം ഉണർന്നു വരികയുള്ളൂ. യഥോ വാചോ നിവർത്തന്തെ അപ്രാപ്യ മനസ്സാ സഹ. എവിടെയാണോ ഈ വാക്കും മനസ്സുമൊക്കെ നിശ്ചലമായി തീരുന്നത് അവിടെയാണ് ആധ്യാത്മികതയുടെ തുടക്കം. മനസ്സുള്ളിടത്തോളം കാലം വാക്കുകൾ സജീവമാണ്, ബുദ്ധി സജീവമാണ്. അപ്പോൾ കാലത്തിന് വിധേയരാകാതെയും തപോന്മുഖമായ ജീവിതത്തിലേക്കുള്ള സാധ്യതയെ ഉയർത്തിയും ഉണർത്തിയും വേണം നമ്മളിരിക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? കാലം നമ്മുടെ അടുത്തേക്ക് വരും, മതി ഇങ്ങോട്ട് പോരെന്ന് പറയും. കാലമടുത്തേ കാലനടുക്കൂ എന്ന് പഴമക്കാർ പറയും. കാലമാകുമ്പോൾ കാലനടുത്ത് വരും. കാലാതീതനായിട്ട് ഇരിക്കുകയാണെങ്കിൽ കാലനടുത്തേക്ക് വരികയില്ല. കാലാതീതമായിരിക്കുന്നതായ അമൃതമായ പദത്തെ പ്രാപിക്കണം. ഈ ജന്മം തന്നെ, ഇപ്പോൾ, നാളെയല്ല, ഇപ്പോൾ, ഈ നിമിഷം. കാരണം എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇനി ഒരിക്കൽ ഞാനിത് പഠിക്കാമെന്നോ, ഇനി ഒരിക്കൽ ഞാനിത് ആവാമെന്നോ, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെയുള്ളതായ ഒരു ലക്ഷ്യമുണ്ടെന്നോ എന്ന് ധരിക്കുന്നത് വലിയ തെറ്റാണ്. ലക്ഷ്യം എന്ന് പറയുന്നത് അതിവിദൂരമായൊരു ഭാവിയിലാണ്. ഭാവി ഇല്ലെങ്കിലോ? കാലത്തിലല്ലേ ഭാവിയുള്ളൂ. ഭൂതമില്ലെങ്കിലോ? കാലത്തിലല്ലേ ഭൂതമുള്ളൂ. അപ്പം ഇല്ലാത്ത കാലത്തിലെ ഇല്ലാത്ത ഭാവിയെക്കുറിച്ചും ഇല്ലാത്ത ഭൂതത്തെക്കുറിച്ചും ചിന്തിക്കുന്നത് മഠേത്തരമല്ലേ? അതുകൊണ്ട് ഇത് രണ്ടും മാറ്റിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഈ നിമിഷത്തിൽ നിങ്ങൾ സമ്പൂർണ്ണരാണ്. അല്ലാതെ പിന്നീട് ഒരിക്കൽ നേടേണ്ടതല്ല. ചിലർ പറയും പഠിച്ച് ഇത് വളരാം, പഠിച്ച് മനസ്സിലാക്കാം. കാലക്രമേണയുള്ള സമയം കൊണ്ട് എനിക്കിത് ബോധ്യപ്പെടുമെന്നാണ്. സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ലൈറ്റ് ഓണാവുന്നത്, ലൈറ്റ് കത്തുന്നത് കാലക്രമേണയാണ്, അല്ലല്ലോ?
പൊടുന്നിനെയല്ലേ. അപ്പോൾ ഇതിനേക്കാൾ വലിയൊരു പ്രകാശം ഉള്ളിൽ കത്തുന്നത് അത്രയും കൂടി സമയം വേണം. അപ്പോൾ ഇതിനെ സംബന്ധിച്ചൊക്കെ നമ്മൾ ധരിച്ചു വച്ചിട്ടുള്ളതായ ധാരണകൾക്കപ്പുറത്താണ് ഇതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾ. അതുകൊണ്ട് ഇനിയൊരു 12 വർഷമെടുത്ത് പഠിക്കാമെന്നല്ല, പിന്നെ ഇപ്പോൾ ഇവിടെ തന്നെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ നമുക്കിത് മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ, കഴിഞ്ഞ ദിവസം നമ്മൾ ധ്യാനനിരതരായിട്ട് ഇരുന്നില്ലേ, കുറച്ച് സമയം നമുക്ക് എല്ലാം മറന്ന് കണ്ണുകൾ അടച്ചോ തുറന്നോ നമ്മുടെ പ്രാണനെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് പ്രാണൻ്റെ സഹായത്തോടു കൂടി നമ്മുടെ അന്തരംഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞാൽ അവിടെ പിന്നെ ഭൂതവും ഭാവിയും ഒന്നുമില്ല. അപ്പോൾ മനസ്സിലാവും ഇപ്പോൾ ഇവിടെയാണ്. കഴിഞ്ഞ ദിവസം ധ്യാനനിരതനായിട്ട് ഇരുന്നതിന് ശേഷം വലസേട്ടൻ പറയുന്നുണ്ട്, ഞാൻ ഉറങ്ങുകയായിരുന്നില്ല, പക്ഷെ ഞാനിവിടെ ഉണ്ടായിരുന്നില്ല. ദാറ്റ് മീൻസ് വി ആർ ട്രാൻസിറ്റിംഗ് അവർ മൈൻഡ്. എപ്പോഴാണോ മൈൻഡ് ട്രാൻസ് ചെയ്യുന്നത്, നമ്മുടെ ഇന്ദ്രിയങ്ങളെ അതിവർത്തിക്കുന്നത്, അതാണ് നമ്മുടെ സമ്പൂർണത. അതുകൊണ്ട് ഇതിനെല്ലാം നമുക്ക് അതിവർത്തിക്കണമെങ്കിൽ ഈ കാലത്തിനെ, ഈ സമയത്തിനെ അതിവർത്തിക്കേണ്ടതായിട്ടുണ്ട്. കാലശബ്ദത്തിന് സമയം എന്നർത്ഥമുണ്ടല്ലേ. പ്രപഞ്ച വസ്തുക്കളെല്ലാം കാലഗതിയിലൂടെ നിലനിൽക്കുന്നതായിട്ടുള്ളതായ ഒരു അനുഭവം. കാരണം കാലത്തിലാണിതെല്ലാം ഉണ്ടാകുന്നത്. ഈ പ്രപഞ്ച സംവിധാനം നിരന്തരമായിട്ടുള്ള ഒരു ഒഴുക്കായിട്ട് നമ്മൾ കണ്ടിരുന്നു. ഗളത്താനമാലം വിഘ്നേശ്വരൻ്റെ ആ മതജലം ഒഴുകുന്നതിനെ പ്രപഞ്ച സർജനത്തിൻ്റെ ഭാഗമായി കാണുകയും അത് അവിരാമമായ ഒരു ഒഴുക്കായിട്ട് നമ്മൾ കണ്ടിരുന്നു. നിലയ്ക്കാത്ത ഒരു പ്രവാഹമാണത്, ഒരു നിരന്തരതയുണ്ടായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ എങ്ങനെയാണോ പരമമായിട്ടുള്ളതായ ഉണ്മ, പരമമായിട്ടുള്ളതായ ആ വലിയൊരു അറിവ് നിത്യമായിരിക്കുന്നത്, അതുപോലെ തന്നെയാണ് അതിനെ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നതായ ഈ പ്രപഞ്ചത്തിൻ്റെ ഒഴുക്കിനെ ഒരു വർത്തമാന സാഹചര്യവുമായിട്ട് കാണുമ്പോൾ അതിനെ നമുക്ക് നിത്യമായിട്ട് കാണേണ്ടതായിട്ട് വരും. നിത്യവർത്തമാനമെന്നല്ലേ പറയാം. നിരന്തരമായിട്ടുള്ളൊരു ഒഴുക്ക് എന്നെങ്കിലും തീരുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ അതും നിത്യമല്ലേ. അപ്പം നിരന്തരമായിട്ടുള്ള ഈ ഒഴുക്കിനെ ഭാവപരതയുടെ ഭാഗമായിട്ട് കാണണം. ഇങ്ങനെ ഒഴുകുമ്പോഴും മാറാതിരിക്കുന്നതായ, മാറ്റങ്ങൾക്ക് വിധേയമല്ലാത്തതായ ഒരു പൊരുളിനെയും കൂടി നമ്മൾ കാണുന്നു. അതും നിത്യമാണ്. ഇതിനകത്ത് എന്തെങ്കിലും വൈരുദ്ധ്യമുണ്ടോ? പാരഡോക്സ്. നിത്യതയിൽ തന്നെയാണ് അനിത്യമായിരിക്കുന്നതായ പൊരുളും ഇരിക്കുന്നത്. അനിത്യമായിരിക്കുന്നതായ ഭാവപരിധിയിൽ തന്നെയാണ് ഭാവാതീതമായിരിക്കുന്ന സത്യം ഉള്ളടങ്ങിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് നിത്യവർത്തമാനമായിട്ടുള്ളതായ ഈ കാലത്തെ, ഈ സമയത്തെ ഉപാധിയാക്കിക്കൊണ്ട് നിരന്തരമായിട്ടുള്ളതായ ഈ ഭാവപ്രവാഹത്തിൻ്റെ പൊരുളിനെ തേടുമ്പോൾ അതുതന്നെയാണ് ദൈവം എന്ന് മനസ്സിലാക്കിയാൽ മതി. എത്ര മനോഹരമാണ്. അവിടെ നാം ദൈവികതയെ കാണണം.
വേറെ എവിടെയും അന്വേഷിച്ച് പോകേണ്ടതില്ല. ശരിക്കും പറഞ്ഞാൽ സംഭവങ്ങളുടെ ക്രമമായിട്ടുള്ളതായ ഒരു ഒഴുക്ക്, അവ തമ്മിലുള്ള ഇടവേളകൾ, അത് നമുക്ക് സമയബോധം തരുന്നു. അതൊരളവാണ്. ആ സമയബോധം നമുക്കൊരളവ് തരുന്നില്ലേ? രണ്ട് സംഭവങ്ങളുടെ ഇടനാഴിക. കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ സത്സംഗത്തിൽ പങ്കെടുത്തു. ഈ ഞായറാഴ്ച ഒരു സത്സംഗത്തിൽ പങ്കെടുക്കുന്നു. രണ്ട് സംഭവങ്ങളാണ്. ഈ രണ്ട് സംഭവങ്ങളുടെ ഇടയിലുള്ളതായ ഒരു സമയത്തെ ചിന്തിക്കുമ്പോൾ നമുക്ക് കാലബോധം ഉണ്ടാകുന്നു. ഈ രണ്ട് സംഭവങ്ങൾ മറന്നുപോയാലോ? കാലമുണ്ടോ? കഴിഞ്ഞ ഓണം ചിങ്ങമാസത്തിൽ, ഈ ചിങ്ങമാസം വരുമ്പോൾ അടുത്ത ഓണം വരുന്നു. ഒരു വർഷം. അത് നമ്മൾ ഗണിച്ചതല്ലേ? സാങ്കല്പികമായ രണ്ട് സംഭവങ്ങൾ വെച്ചിട്ട് അതിൻ്റെ ഇടയിലുള്ളതായ ഒരു കാലത്തെ നമ്മുടെ വ്യാവഹാരിക ബുദ്ധിയുടെ ഗണന കൊണ്ട് നിശ്ചയിച്ചു. അത്രയല്ലേ ഉള്ളൂ. അല്ലാതെ ഇവിടെ എന്തെങ്കിലും സംഭവിച്ചോ? നിരന്തരമായി അതങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. സൂര്യൻ അവിടെ നിൽക്കുന്നു, ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നതിൽ കവിഞ്ഞ് ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. മനുഷ്യൻ ജനിക്കുന്നതിന് കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ മനുഷ്യൻ ജനിച്ചതിന് ശേഷം ഇവനൊരു കാലഗണന ആവശ്യമാണ് എന്ന് കരുതിയപ്പോൾ അതിന് ഇണങ്ങുന്ന തരത്തിലുള്ളതായ ഒരു കണക്കുണ്ടാക്കി, ഗണിതം. എന്നിട്ട് നാം കാലത്തെ ഗണിച്ചു. അത്രയേ ഉള്ളൂ. കലണ്ടർ ഉണ്ടാക്കി, ഓരോ ആഴ്ചകൾക്കും പേരിട്ടു, ഓരോ മാസങ്ങൾക്കും പേരിട്ടു. നമ്മൾ ജനിച്ചു, നമ്മൾ ഇനി ഒരു ദിവസം മരിക്കും എന്നാണല്ലോ സങ്കല്പം. ഇതിൻ്റെ ഇടയിൽ ഉള്ളതായൊരു കാലത്തെ നമ്മൾ ഗണിച്ചു. എന്നിട്ട് പറഞ്ഞു ഇത്രയും വർഷം ഞാൻ ഭൂമിയിൽ ജീവിച്ചു എന്നാണ്. രണ്ട് പ്രതിഭാസങ്ങളാണ്. പ്രാതിഭാസികമായിട്ടുള്ളതായ രണ്ട് മൂല്യങ്ങളെ വെച്ചിട്ട് ഞാൻ 60 വർഷം ജീവിച്ചു, 70 വർഷം ജീവിച്ചു, 80 വർഷം ജീവിച്ചു എന്ന് നാം പറയുന്നു. വേദാന്തം എന്ത് പറയുന്നു? നീ എന്ന് പറയുന്നത് അനശ്വരമായിരിക്കുന്ന ഒരു ആത്മാവ് മാത്രമാണെന്നും അത് പരമമായ അറിവാണെന്നും അത് ജനിച്ചിട്ടുമില്ല മരിച്ചിട്ടുമില്ല. അപ്പോൾ കാലം എവിടെ പോയി? അപ്പം ഇതിൻ്റെ അകത്ത് ഒരു മിസ്റ്ററി ഉണ്ട്. ആ മിസ്റ്ററി അറിയണമെങ്കിൽ എന്ത് വേണം? ഒരു മിസ്റ്റിക്കൽ ലൈഫ് വേണം. കാരണം കാലത്തിലിരുന്നുകൊണ്ട് കാലത്തെ ഗണിക്കാം. ഇത് കാലാതീതമാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ തപശ്ചര്യ കൊണ്ട്, ധ്യാനം കൊണ്ട്, മൗനമായ ജീവിതം കൊണ്ട് കാലത്തെ അതിവർത്തിക്കാൻ കഴിയും. നമ്മൾ ആധുനിക ശാസ്ത്രയുഗത്തിൽ അടുത്ത കാലത്ത് ഈ സമയത്തിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ ഒരടിസ്ഥാനം കണ്ടെത്തി ഉറപ്പിക്കുകയുണ്ടായി. കാലഗണന ചെയ്യാൻ കഴിവുള്ളവരാണ്. അതിന് ആറ്റമിക് സെക്കൻഡ് എന്നാണ് പറയുന്നത്. ആറ്റമിക് സെക്കൻഡ്. വീണ്ടും അതിനെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്നുകൂടി കൃത്യത വരുത്താൻ വേണ്ടി. ചുരുക്കി പറഞ്ഞാൽ കാലം വ്യവഹാരത്തിൽ അനുഭവപ്പെടുന്നതായ ഒരു പ്രതിഭാസമാണ്. പരമാർത്ഥത്തിൽ അതില്ലെന്ന് തന്നെ. കാരണം പാരമാർത്ഥികമായിട്ടുള്ള തലത്തിൽ കാലം ഒരുപോലെയാണെന്നുണ്ടെങ്കിൽ നമുക്കെല്ലാവർക്കും ഉണ്ടാകേണ്ടത് ഒരുപോലെയുള്ളതായ കാലബോധമാണ്. അങ്ങനെയല്ല. ഇവിടെ ഓരോ വസ്തുവിനും തൻ്റെ ചുറ്റുപാടുകളെ അപേക്ഷിച്ച്
അതിൻ്റേതായ ഒരു സമയക്രമമുണ്ട് എന്ന് പറയുന്നു. അത് തനത് സമയമാണ്. എൻ്റെ സമയക്രമമല്ല ജയരാജേട്ടൻ്റെ സമയക്രമം ആണോ? ഓരോരുത്തരും അവരുടേതായ രീതിയിൽ അവരവരുടേതായ സമയക്രമം നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിലുള്ളതായ ഒരു കാലാവബോധത്തെ തനിക്ക് തൻ്റേതായ സൗകര്യത്തിന് ഇണക്കി വെച്ചിരിക്കുന്നതായ ഒരു സംവിധാനവും കൂടി ഇവിടെ ഇല്ലേ? ഇതിനാണ് പ്രോപ്പർ ടൈം എന്ന് പറയുന്നത്. തനത് സമയം, അവരവരുടേതായ സമയം. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ നിശ്ചയിക്കുന്ന പോലെയാണ് കാലം. ഇങ്ങനെയൊക്കെയുള്ളതായ ഒരു ചിന്താ പദ്ധതി ഇവിടെ ഇരിക്കുമ്പോഴും ഇതിനെ തൻ്റെ സൂക്ഷ്മമായ അവബോധത്തിൽ ചേർത്ത് വെച്ച് ഇതിനെ സംബന്ധിച്ചൊരു കൃത്യത കൈവരിക്കണമെന്നുണ്ടെങ്കിൽ ധ്യാനപരമായൊരു ജീവിതാവശ്യമാണ്. എങ്കിൽ ഇതിൻ്റെയൊക്കെ പൊരുൾ മനസ്സിലാവുകയുള്ളൂ. ഇവിടെ ഇരുന്ന് നമ്മൾ ഫ്ലൈറ്റിൽ കയറിയിട്ട് അമേരിക്ക ചെല്ലുമ്പോൾ ഇവിടെയുള്ള സമയമല്ല അവിടെ, അല്ലേ? കുറേ മണിക്കൂറുകളുടെ വ്യത്യാസം വന്നു. അതെങ്ങനെ സംഭവിച്ചു? അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ ക്രമമനുസരിച്ച്, സമയക്രമം അനുസരിച്ച് നമ്മുടെ വാച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അതെന്താ? അത്രയും മണിക്കൂറിൻ്റെ വ്യത്യാസം എങ്ങനെ സംഭവിച്ചു? ഇവിടെ നിന്ന് നമ്മൾ ഫ്ലൈറ്റ് കയറിയുടെ പോയെന്നില്ലേ ഉള്ളൂ, വേറെ എല്ലാം ചെയ്തു. എങ്ങനെ? അതെ അതെ, ഇന്ത്യയിലിരിക്കുമ്പോഴും അമേരിക്കയിലിരിക്കുമ്പോഴും കാലത്തിന് വല്ലതും സംഭവിച്ചോ എന്ന് ഞാൻ ചോദിച്ചത്. അതുതന്നെയാണ് വിചിന്തനത്തിന് ഏർപ്പാടാക്കേണ്ടത്. ഒന്നില്ലെങ്കിൽ പുറകോട്ട് പോയി എന്ന് പറയും, അല്ലെങ്കിൽ മുമ്പോട്ട് പോയി എന്ന് പറയും. കാലം എവിടെയും പോയിട്ടില്ല. അതാ പറഞ്ഞത്. പോയി എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധിയിലാണ്. നമ്മുടെ ഇപ്പോഴത്തെ അനുഭവത്തിൽ അങ്ങനെ ഇരിക്കുന്നു. ഈ അനുഭവം സത്യമാണോ മിഥ്യയാണോ എന്നുള്ളതാണ്. കാലനെ ഭാരതീയർ ഒരു ദേവതയായിട്ടാണ് കാണുന്നത്. കാലൻ്റെ കാലനെയും പരമദേവതയായിട്ട് കാണും, അല്ലേ? ശിവനാണ്. അതെ. ഇത്തരം പ്രപഞ്ച പ്രതിഭാസങ്ങളുടെ സമസ്യകളെ ബുദ്ധി കൊണ്ട് കെട്ടഴിക്കാൻ സാധ്യമല്ല. നമ്മളെല്ലാവരും ക്ലേശിക്കുന്നതിൻ്റെ ഒരു ഒറ്റ കാരണം ബുദ്ധി കൊണ്ട് കെട്ടഴിക്കാൻ ശ്രമിക്കുമ്പോഴാണ്. അതുകൊണ്ട് ആത്മാദർശനത്തിലേക്ക്, ആത്മാവിൻ്റെ പൊരുളിലേക്ക് ചേർത്ത് വയ്ക്കുമ്പോൾ ഇത്തരത്തിലുള്ളതായ പ്രശ്നങ്ങൾ മാറിക്കിട്ടുന്നു. നാരായണഗുരു ആത്മോപദേശ ശതകത്തിൽ പറയുന്നില്ല, എന്താണ്? ഒരു 10,000 ആണ്ട് ഒരു അല്പനേരം. ഈ 10,000 ആണ്ട് എങ്ങനെ അല്പനേരമായി പോയേ? നമ്മൾ യുഗങ്ങളോളം കണക്കൂട്ടുന്നവരാണ്, യുഗങ്ങളുടെ കഥ പറയുന്നവരാണ്. നാരായണഗുരു പറയുന്നു, ഒരു 10,000 ആണ്ട് ഒരു അല്പനേരം. ഈ കാലം എവിടെ പോയി? അടുത്ത നിമിഷത്തിൽ പറയുന്നു, അരനൊടി 1000 ആണ്ട് പോലെ തോന്നും. ജീവിതം ഒരു കീറാമുട്ടിയായിട്ട് നിൽക്കുമ്പോൾ അരനൊടി 1000 ആണ്ട് പോലെ തോന്നും. അപ്പോൾ ഇതൊക്കെ വെച്ച് ചിന്തിക്കുമ്പോൾ ഇതിൻ്റെ ഉത്തരം കിട്ടണ്ടേ? ഇവിടെയാണ് നമ്മൾ ഒരു സത്യാന്വേഷിയാവുന്നത്. ഇവിടെയൊക്കെയാണ് ജീവിതത്തിൻ്റെ നിഗൂഢമായ പദ്ധതികളിലേക്ക് ആരാണോ തൻ്റെ ചിന്തയെ കൊണ്ടുപോകുന്നത്. ഉത്തരം കിട്ടാത്ത ബുദ്ധിയുടെ ചില പ്രഹേളികകൾ, തന്നെക്കുറിച്ച് പോലും അറിയാൻ കഴിയാത്തൊരവസ്ഥ. ഈ പ്രപഞ്ച സംവിധാനത്തിൽ
താൻ തന്നെ എവിടെയാണ് കോറിയിട്ടിരിക്കുന്നത്, തൻ്റെ സ്ഥാനം എന്താണ്, തൻ്റെ റോൾ എന്താണ് അറിയണ വേണ്ടി. ഇത്തരത്തിലുള്ളതായ വിഷയങ്ങളെ സംബന്ധിച്ച്, സമസ്യകളെ സംബന്ധിച്ച്, പ്രപഞ്ച രഹസ്യത്തെ സംബന്ധിച്ച് ഭാരതീയർ ചിന്തിച്ചിരുന്നു. ഇവിടെ സമയം ആപേക്ഷികമാണ് എന്ന് ഐൻസ്റ്റീൻ തൻ്റെ സിദ്ധാന്തപ്രകാരം അവതരിപ്പിക്കുകയുണ്ടായി. പക്ഷെ അതിനൊക്കെ എത്രയോ മുമ്പ് തന്നെ ഭാരതീയർ ഇത് പറഞ്ഞു. അവർ വളരെ ആലങ്കാരികമായിട്ടാണ് ഒരുപക്ഷെ പറഞ്ഞിട്ടുണ്ടാവുക. ശാസ്ത്രീയമായ രീതിയിലും ഗണിച്ച് പറഞ്ഞിട്ടുള്ളവരുണ്ട്. ആര്യഭടനും ഭാസ്കരനൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഹോറാശാസ്ത്രം എഴുതിയിട്ടുള്ള ഋഷിമാർ ഇത് പറഞ്ഞു വെച്ചിരിക്കുന്നു. ഗണിതശാസ്ത്രങ്ങളാണ്. അവർ ലക്ഷക്കണക്കിനോ കോടിക്കണക്കിനോ രൂപയൊക്കെ മുടക്കി വലിയ ലാബറട്ടറി ഒന്നും ഉണ്ടാക്കിയിട്ടല്ല അത് കണ്ടുപിടിച്ചത്. കണ്ണടച്ചിരുന്നിട്ടാണ്. യാതൊരു ചിലവുമില്ല. അവർ കാലത്തെ ഗണിച്ചവരാണ്. അതുകൊണ്ട് ലോകത്തിലെ ഭാരതീയർ കൊടുത്തിട്ടുള്ളതായ സംഭാവന ചെറുതല്ല. ആ അർത്ഥത്തിലാണ് നാം ഭാരതീയനാണെന്ന് പറയുമ്പോൾ അഭിമാനം ഉണ്ടാകേണ്ടത്. നമ്മൾ ആറ്റമിക് സെക്കൻഡ് എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറത്ത് പോയവരാണ് ഭാരതീയർ. അവരതിന് അല്പകാലം എന്നാണ് പറഞ്ഞത്. അല്പകാലം എന്താണ് അല്പകാലം എന്ന് പറഞ്ഞാൽ? മനോജേട്ടൻ അറിയായിരിക്കും. 30 അല്പകാലം ചേർന്ന് കഴിഞ്ഞാൽ ഒരു ത്രുടിയായി. ഒരു ത്രുടി. 30 ത്രുടി ചേർന്നാൽ ഒരു കല. 30 കല എന്ന് പറയുന്ന ഒരു കാഷ്ടയാണ്. ഒരു കാഷ്ട. കാഷ്ട ഷ പിന്നെ വട്ടത്തിൽ ഠായിടില്ലേ, കാഷ്ട. 30 കാഷ്ട ഒരു നിമിഷം. അവിടെ ഒരു നിമിഷം വരുന്നത്. 4 നിമിഷം ഒരു ഗണിതം. 10 ഗണിതം ഒരു നെടുവീർപ്പ്. 6 നെടുവീർപ്പ് ഒരു വിനാഴിക. 60 വിഘടിക അല്ലെങ്കിൽ 60 വിനാഴിക എന്ന് പറയുന്നതാണ് ഒരു ഘടിക. ഘടിക, ഘടികാരം എന്നുള്ള ഘടിക. അതിൽ നിന്നാണ് ഈ ഘടികാരം വന്നത്. 60 ഘടിക അല്ലെങ്കിൽ 60 നാഴിക എന്ന് പറയുന്ന ഒരു ദിവസം, അഹോരാത്രം. 15 ദിവസം, 15 ദിവസം ഒരു പക്ഷം. 2 പക്ഷം ഒരു ചന്ദ്രമാസം. 2 മാസം ഒരു ഋതു. 6 ഋതു ചേരുമ്പോൾ ഒരു മനുഷ്യവർഷമായി. അപ്പോൾ ഒരു മനുഷ്യവർഷത്തിൻ്റെ പിന്നിലേക്ക് പോയിട്ട്, സമയക്രമത്തിൻ്റെ സൂക്ഷ്മതലങ്ങളിലേക്ക് പോയിട്ട് പിന്നീട് യുഗങ്ങളുടെ കണക്ക് പറയുന്നതായൊരു വ്യവസ്ഥ ഇവിടെ ഇരിക്കുന്നു. ഇന്ന് ഈ പ്രപഞ്ചത്തിൻ്റെ ദ ഒറിജിൻ ഓഫ് യൂണിവേഴ്സ്, ഇതിൻ്റെ കാലഗണന പരിശോധിക്കുമ്പോൾ പുരാതനമായിട്ടുള്ള കണ്ടെത്തലിനോട് ചേർന്ന് നിൽക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പുരാതന കാലത്ത് ഭാരതീയർ കണ്ടെത്തിയ സമയക്രമത്തിനോട്, കാലഗണനയോട് ചേർന്ന് നിൽക്കുന്നു ആധുനിക ശാസ്ത്രത്തിൻ്റെ കണക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സമയത്തിൻ്റെ ചരിത്രം ആധുനിക ലോകം വിലയിരുത്തുന്നത് മഹാവിസ്ഫോടനത്തോടു കൂടിയുള്ളത് ബിഗ് ബാങ് തിയറിയിൽ നിന്നാണ്. അവിടെ സംഭവമുണ്ട്. ബിഗ് ബാങ് എന്ന് പറഞ്ഞ പൊട്ടിത്തെറി. എന്താണ് പൊട്ടിത്തെറിച്ചത്? അത് ഉത്തരം കിട്ടാൻ നിൽക്കുക. അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നടക്കുന്നു. എന്നാണ് കാലം ഉണ്ടായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാലം ഉണ്ടായതല്ല, കാലത്തെ ഗണിച്ചതാണ്. ഇല്ലാത്ത കാലത്തെ ഗണിച്ചതാണ്. അവിടെ ഒരു സംഭവം വേണം. എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്? ഒരു സ്റ്റാർട്ടിങ് പോയിന്റ്. അപ്പോൾ നമ്മളവിടെ ഒരു ബിന്ദു ഇടും. ബിന്ദു ഇട്ടിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് അല്ലെങ്കിൽ ഒരു വര വരയ്ക്കണം.
അല്ലാതെ എവിടെ വരയ്ക്കും? ശൂന്യതയിൽ വരയ്ക്കും. എന്നിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ടെന്ന് പറയും. ഈ പ്രപഞ്ച സംവിധാനത്തിൽ എവിടെയാണ് നമുക്കൊരു ബിന്ദു ഇടാൻ കഴിയുക? എവിടെയാണ് ഒരു വര വരയ്ക്കാൻ കഴിയുക? പക്ഷെ നമുക്ക് ഒരു തുടക്കം വേണം. തുടങ്ങിയാലോ ഒരവസാനം വേണം. അവസാനത്തെയാണ് പ്രളയം എന്ന് പറയുന്നത്. തുടക്കമോ സൃഷ്ടിയാണ്. ഇതിനെക്കുറിച്ച് എത്ര വിചിന്തനം ചെയ്താലും സൃഷ്ടി എന്ന് പറയുന്നതും പ്രളയം എന്ന് പറയുന്നതും രണ്ട് പ്രതിഭാസങ്ങൾ മാത്രമാണ്. അത് വേദാന്തം പഠിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതനുസരിച്ച് നാം ചിന്തിക്കുമ്പോൾ ഈ ദ്രവ്യം ഇല്ലാതെ സമയമുണ്ടാകുന്നില്ല എന്നാണ്. കാരണം ഒരു പെട്ടിത്തുറയിലൂടെ എന്തോ ഉണ്ടായി എന്നാണല്ലോ, എന്തോ സംഭവിച്ചു, പ്രപഞ്ചം ഉണ്ടായി. ദർ ഈസ് എ മാറ്റർ. അപ്പോൾ ശാസ്ത്രം എത്ര പുരോഗമിച്ചാലും നമ്മുടെ ബുദ്ധി വന്ന് നിൽക്കുന്നത് അവിടെയാണ്. അതിനപ്പുറത്തേക്ക് പോകാൻ കഴിയില്ല. പറ്റുമോ? ഇവിടെ നമ്മളിവിടെ ഈ പ്രപഞ്ചത്തിന് അതിൻ്റെ ഇതുവരെയുള്ള കാലം എത്ര വർഷമായി എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ 1400 കോടി വർഷമായി. അത്ര 1400 കോടി വർഷം പോയിട്ട് 1 കോടി വർഷത്തെ ഭാവന ചെയ്യാൻ നമുക്ക് കഴിയുമോ? കഴിയില്ല. എന്തുകൊണ്ട് കഴിയുന്നില്ല? കാരണം നമ്മുടെ ബുദ്ധി ഇരിക്കുന്നത് കാലാതീതനായിട്ടല്ല, കാലാധീനനായിട്ടാണ്. കാലാധീനനായിട്ടിരിക്കുന്നതായ ബുദ്ധിക്ക് എവിടെ വരെ പോകാൻ കഴിയും? പോകാൻ കഴിയില്ല. ഒരു സങ്കല്പത്തിൽ നിന്നിരിക്കാം 1400 കോടി വർഷം. അങ്ങനെ നമുക്ക് ചിന്തിക്കാം. അതെന്നിട്ടോ ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു, ഇനിയും ഒഴുകിക്കൊണ്ടേയിരിക്കും. ഭൂമി നശിക്കും എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാവും, വലിയ ഫ്ലഡ് ഉണ്ടാവാം, അതുകൊണ്ട് ഇതെല്ലാം നശിക്കും എന്ന് പറയുമ്പോൾ സത്യത്തിൽ നശിക്കുന്നില്ല. പിന്നെ എന്താ ഉണ്ടാവുക? പരിണാമങ്ങളുണ്ടാവും, അല്ലേ? മറ്റൊന്നായി മാറും. ഇന്ന് അനേകായിരം വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ജീവികൾ ഇന്ന് ഭൂമിയിലില്ല. ഈ ദിനോസറുകളെ പോലെയുള്ളതായ ജീവികൾ, ഇതുപോലെ അത്ഭുതകരമായ ഭീകരമായിട്ടുള്ള ജീവികൾ അതിനു മുമ്പുണ്ടായിരുന്നു, അല്ലേ? ഇനി ഇവിടെ നിന്നും കൂടെ ഏതെല്ലാം ജീവികൾ അവശേഷിക്കും? ഇന്നുള്ള മനുഷ്യർ ഉണ്ടാകുമോ? ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത് പൂർണ്ണമായിട്ടും ഇല്ലാതാകലല്ല, പരിണാമങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും പ്രപഞ്ച സംവിധാനത്തിലാകവേ. ഇന്നുള്ള അവസ്ഥയായിരിക്കില്ലെന്ന് മാത്രം. ഇവർ വളരെ ആലങ്കാരികമായി വളരെ മിസ്റ്റിക്കലായിട്ടുള്ള ലാംഗ്വേജ് അവിടെ ഉപയോഗിക്കുന്നുണ്ട്. എന്താണ്? അരനൊടിയാതി അരാളി ആർന്നിടുന്തേർ ഉരുളതിലേറി ഉരുണ്ടിടുന്നു ലോകം. അരനൊടിയാതി അരാളി ആർന്നിടും തേര് ഉരുളതിൽ ഉരുണ്ടിടുന്നു ലോകം. എത്ര മനോഹരമായിട്ട്, എത്ര കാവ്യഭംഗിയോടുകൂടിയാണ് ഗുരു പറയുന്നത്. അരനൊടി സമയമാകുന്ന ആദിമമായ അരാളിയോട് കൂടിയ തേർചക്രം. അരാളി എന്ന് പറഞ്ഞാൽ ആരക്കാലുകൾ. അരനൊടി സമയമാകുന്ന ആദിമമായ അരാളിയോട് കൂടിയ തേർചക്രം. ആ തേർചക്രത്തിൽ ഇത് ഉരുണ്ടുകൊണ്ടേയിരിക്കുന്നു. കാലചക്രമാണ്. ആരക്കാലുകൾ, തേരിൻ്റെ വലിയ ചക്രം. കാളവണ്ടി കണ്ടിട്ടുള്ളവർക്ക് അതിൻ്റെ വലിയ ചക്രം ഓർമ്മ വരും. അതിൻ്റെ ആരക്കാലുകൾ കറങ്ങി വരുമ്പോൾ ഓരോ ആരക്കാലും ഭൂമിയിൽ വന്ന് സ്പർശിക്കും. എന്നിട്ടാണ് പിന്നെ, അല്ലേ? ആ ഭൂമിയിൽ വന്ന് സ്പർശിക്കുന്ന ആ നിമിഷം, അതിനെ വർത്തമാനമെന്ന് വേണമെങ്കിൽ പറയാം. അത് ഭൂതത്തിലേക്ക് പോകുന്നതായിട്ട് കാലഗണനയിൽ പറയാം. വരുന്ന ഓരോ ആരക്കാലുകളും ഭാവിയിൽ നിന്നും വരുന്നതാണ്. ഇവിടെ ഇപ്പോൾ വന്ന് സ്പർശിക്കും, എന്നിട്ട് നിങ്ങൾ കടന്നു പോകും.
എത്ര മനോഹരമായിട്ടാണ് ഈ കാലചക്രത്തെ ഗുരു അവതരിപ്പിക്കുന്നത്. അരനൊടിയാതിയരാളിയാർന്നിടും ഒരുളതിലേറിയൊരുണ്ടിടുന്നു ലോകം. ഇത് നമ്മുടെ ആത്മാംശമായി തീരണം. ഇതിനകത്ത് ഇരിക്കുന്നതായ രഹസ്യം നമ്മുടെ ആത്മാംശമായി തീരുമ്പോൾ ഇതെല്ലാം നമുക്ക് പതിയെ പതിയെ ബോധ്യം വന്നിട്ട് നമ്മൾ അനങ്ങാതിരിക്കും, മൗനമായിട്ടിരിക്കും. ഇതിനാണ് വിശ്വരേഖ എന്ന് പറയുന്നത്, വേൾഡ് ലൈൻ. നമ്മൾ ആകാശത്തിലേക്കൊക്കെ നോക്കുമ്പോൾ ചില സമയത്ത് ജെറ്റ് പോകുമ്പോൾ പുറകിൽ 2 വര കാണും അല്ലേ? ഒരു വരയെ അവശേഷിപ്പിച്ചിട്ടാണ് ജെറ്റ് പോകുന്നത്. കഴിഞ്ഞ ദിവസം വത്സേട്ടനും മൃത്യുഞ്ജയൻ സാറും പറഞ്ഞില്ലേ, സബ് ആറ്റമിക് പാർട്ടിക്കിൾസ്, ഏറ്റവും അണുവിലും അണുവായിരിക്കുന്നതിൻ്റെ സഞ്ചാരം അവിടെ ഒരു ലൈൻ വീഴുന്നത് പോലെ ഉണ്ടെന്നല്ലേ? ഒരു ഊർജ പ്രവാഹത്തിൽ പിന്നിലേക്കൊരു ലൈൻ വരച്ചിട്ട പോലെയാണെന്ന് തോന്നുന്ന തരത്തിൽ അതിസൂക്ഷ്മമായ, കാരണം ഇവിടെ വേവ്സ് അല്ലെങ്കിൽ എനർജി എന്ന് പറയുന്നത് അത് വസ്തുവുമല്ല. അങ്ങനെയുള്ളതായൊരു അനിർവചനീയത ഇപ്പോഴും അതിൽ അവശേഷിക്കുന്നു. ഇങ്ങനെ സഞ്ചരിക്കണമെങ്കിൽ കാലം വേണം, കാലമുണ്ടെങ്കിൽ അതിന് ദേശമുണ്ടായിരിക്കണം. ഞാൻ എറണാകുളത്ത് നിന്നും തൃശ്ശൂർ വരുവാൻ എന്ന് ഞാൻ കാലത്തെ ഗണിക്കുമ്പോൾ 2 ദേശങ്ങളെ അവിടെ സംബന്ധിപ്പിക്കുന്നു. അപ്പോൾ കാലദേശത്തിനോട് ചേർത്ത് വെച്ചിട്ടാണ് ഈ പ്രപഞ്ചപ്രവാഹം നടക്കുന്നത്. ആദിയും അന്തവുമില്ലാത്ത ഈ രേഖയെയാണ് വിശ്വരേഖ എന്ന് പറയുന്നത്. വേൾഡ് ലൈൻ രൂപപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെയുള്ളതായ ഒരു അറിവിൻ്റെ അനിർവചനീയമായ ഒരു കാഴ്ചപ്പാടിൻ്റെ തലത്തിൽ നാം നമ്മെ തേടുകയാണ്. എവിടെയാണ് എൻ്റെ സ്ഥാനം? എൻ്റെ ഒരു ബിന്ദുവാണ്. ഇതിൻ്റെ കണ്ടെത്തലുകൾ ഇങ്ങനെ നമ്മുടെ അറിവിന് ഏത് വീക്ഷണകോണിൽ കൂടിയും പൂർത്തീകരണം നൽകുവാനുള്ള ശ്രമമാണ് വാസ്തവത്തിൽ ആധ്യാത്മികമായിട്ടുള്ള ജീവിതചര്യ എന്ന് പറയുന്നത്. ഇത് വെറും മതമല്ല, ഇത് വെറും വിശ്വാസമല്ല. നമ്മുടെ മുന്നിൽ കാണുന്നതായ ദൃശ്യപ്രപഞ്ചത്തിൻ്റെ സ്വദേശിത എന്ത്? അണുമാത്രമായിരിക്കുന്ന ഞാനും ബ്രഹ്മാണ്ഡമായിരിക്കുന്നതായ വിശ്വവിധാനീയതയും എങ്ങനെയാണ് കലർന്നിരിക്കുന്നത് എന്നുള്ള ബോധ്യം വരണ്ടേ? അവിടെ ഒരു ഡയലറ്റിക്കൽ മെത്തഡോളജി, ഒരു യോഗാത്മകമായിട്ടുള്ള ഒരു സംവിധാനം നമ്മുടെ ബുദ്ധിയുടെ സംരചനയിലുണ്ടായിരിക്കണം. അപ്പോൾ നമുക്കിത് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ.